അമീബിക് മസ്തിഷ്ക ജ്വരം പടരാൻ കാരണമായി കരുതുന്ന കുളമാണ് എൻ്റെ പിറകിലായി കാണുന്നത്. ഈ കുളത്തിൽ കുളിച്ചിട്ടുള്ള 7 പേരും ഇപ്പോൾ ചികിത്സയിലാണ്. അതിൽ 6 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രോഗം പടരാൻ കാരണമായി ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് ആരോഗ്യവകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും വാട്ടർ അതോറിറ്റിയുടെയും അനാസ്ഥ മൂലമാണെന്നാണ്. കാരണം നിരവധി നാളുകളായിട്ട് ഇവർക്ക് കുടിവെള്ളം ലഭ്യമായിട്ടില്ല. പരാതി പറഞ്ഞ് മടുത്ത ഇവർ സ്വാഭാവികമായും ഈ കുളത്തെ ദൈനംദിന കാര്യത്തിനായി ഈ കുളത്തെ തന്നെ അവർ ആശ്രയിക്കുകയായിരുന്നു. ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരാനുണ്ട്. ഒരു യഥാർത്ഥ ചിത്രം എന്താണെന്ന് നമുക്ക് ഇവിടുത്തെ ആളുകളോട് തന്നെ ചോദിക്കാം. രോഗം പടരാൻ കാരണമായി കരുതുന്ന കുളത്തെ നാട്ടുകാർ ആശ്രയിക്കാൻ കാരണം ജല അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങിയതിനാൽ തന്നെയാണെന്നാണ് നാട്ടുകാർ ആക്ഷേപം ഉന്നയിക്കുന്നത്. മെയിൻ വിഷയം എന്ന് വെച്ചാൽ ഈ വെള്ളത്തെ ആശ്രയിക്കാൻ കാരണം കുടിവെള്ള ക്ഷാമമാണ്. വലിയവരെക്കായും വെള്ളത്തിന് ആവശ്യം കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ ഈ 1000 ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് ഒരാഴ്ച തികയില്ല, ഒരു 4 ദിവസം മാത്രമേ തികയൂ. അത് കഴുകലായി, തുണി അലക്കായി, ആഹാരം പാകം ചെയ്യുന്നതിന്, പിന്നെ കുളിക്കാനും കൂടെ ആകുമ്പോൾ തികയത്തില്ല. ആ വരുന്ന ഭാഗത്ത് ഞങ്ങൾ ആശ്രയിക്കുന്നത് ഈ കുളമല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു കുളത്തെ ആശ്രയിക്കാൻ കഴിയത്തില്ല. ഈ വെള്ളത്തിന് അതിൻ്റെ 16-ന് വേണ്ടി വെള്ളം വിളിച്ച് പറഞ്ഞപ്പോൾ 15-ാം തീയതി വിളിച്ച് പറയുമ്പോൾ നമുക്ക് 16-ാം തീയതി വൈകിട്ടാണ് വെള്ളം കിട്ടുന്നത്. വന്നാൽ ഒരു ദിവസം, ഇന്ന് ഒരു ദിവസം വന്നാൽ പിറ്റേന്ന് ഒരു 24 ഹവറിനകത്ത് ഈ വെള്ളം കട്ടാവും. വിവാദമായതിനു ശേഷം വെള്ളം വന്നിട്ടുണ്ട്. ഇനി അത് എത്ര ദിവസത്തേക്ക് നിൽക്കുമെന്ന് അറിയത്തില്ല. ഈ വെള്ളമില്ലാത്ത ഭാഗത്ത് ഈ കുളത്തിലാണ് ആശ്രയിക്കുന്നത്. ഈ മലിനമായിട്ട് കിടന്നിട്ടും ഈ വെള്ളത്തെ മറ്റുള്ള ജനങ്ങൾ ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ജലത്തിൻ്റെ സ്രോതസ്സും വേറെ ഒരു വീടുകളിലും ഇല്ലാത്തതുകൊണ്ടാണ്. ആരും മന്ദബുദ്ധിയുള്ള കണ്ണ് കാണാത്തവരൊന്നും അല്ല ഈ കുളത്തിൽ പോയി കുളിച്ചുകൊണ്ടിരുന്നത്. അതപ്പോൾ ആരോഗ്യവകുപ്പ് ശ്രദ്ധിക്കണമായിരുന്നു. ഇങ്ങനെ അത്രയും ജനങ്ങൾ കുളിക്കുന്നിടത്ത് ആരോഗ്യവകുപ്പ് മാത്രമല്ല പഞ്ചായത്തുകാരും അവർക്ക് വേണ്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് അവർ ഈ കുളം ശുദ്ധിയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആരോഗ്യവകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. തലസ്ഥാനത്തെ അമീബിക് രോഗബാധയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ വിവാദ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയാണ് കഴിഞ്ഞ 23-ന് മരണപ്പെട്ട അഖിലിന്റെ കുടുംബം. പൊടി പോലുള്ള ലഹരി പദാർത്ഥം കുളത്തിലെ വെള്ളത്തിൽ കലക്കി വലിച്ചതാണ് രോഗബാധയ്ക്ക് കാരണമെന്ന പ്രസ്താവനയിലൂടെ ആരോഗ്യവകുപ്പ് പുകമറ സൃഷ്ടിക്കുകയാണെന്നാണ് ബന്ധുക്കൾ കുറ്റപ്പെടുത്തുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രസ്താവനയിൽ അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് എനിക്കറിയത്തില്ല. എങ്കിൽ തന്നെ എൻ്റെ മകനെക്കുറിച്ചുള്ള കാര്യം പൂർണ്ണമായി എനിക്കറിയാം. അത് അവനെ ഏത് ടെസ്റ്റിന് വിധേയമാക്കാനും ഞാൻ തയ്യാറാണ്. ആരോഗ്യ ഭാഗത്ത് അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മയക്കുമരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി വസ്തുക്കളുടെ ഇതുണ്ടാകണമെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് സയൻസ് പരമായിട്ട് വളരെയധികം പുരോഗമിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഈ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ സർക്കാരോ എന്ത് നടപടി സ്വീകരിച്ചാലും അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അത് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. അതിനുള്ളൊരു മറുപടി എനിക്ക് കിട്ടണം. ഹെൽത്ത് സെന്ററിന്റെയും അംഗൻവാടിയുടെയും സമീപത്തുള്ള കുളം ഇത്ര മലിനമായത് എങ്ങനെയാണെന്നും കൃത്യമായ ഇടവേളയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തിയിട്ടില്ല എന്നും പരാതി ഉയരുന്നുണ്ട്. ആദ്യ പരിശോധനയിൽ തന്നെ അമീബയുടെ സാന്നിധ്യം കുളത്തിൽ ഇല്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ മറ്റൊരുവിടം ഏതെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഹെൽത്ത് സെൻ്ററിൻ്റെയും അംഗൻവാടിയുടെയും കീഴിൽ കിടക്കുന്ന, അതായത് ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ കിടക്കുന്ന കുളം ഇത്ര മലിനമായത് എങ്ങനെയാണ്? അത് അവരൊന്ന് പറയണ്ടാവല്ലോ. ഒരു കുളവും ഇത്രയും ജനങ്ങൾ ഉപയോഗിക്കുന്ന കുളം എന്താണെങ്കിലും ഹെൽത്ത് സെൻ്റർ അവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് ആരോഗ്യവകുപ്പ് അത് അറിഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കുളം ഉണ്ടെന്നും ഇത്ര ആൾക്കാർ അത് ഉപയോഗിക്കുന്നുണ്ടെന്നും. ഈ 1.5 വർഷം കൊണ്ട് അത് നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ കുളം ഇത്ര മലിനമായിട്ട് കിടക്കില്ല. അതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്നും തന്നെ പറയുന്നില്ല. വെള്ളത്തിൽ നിന്ന് ഉണ്ടായ അമീബ എന്ന് പറഞ്ഞ ഈ ബാക്ടീരിയ കാരണമാണ് മരണപ്പെട്ടെന്ന് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം എവിടെ നിന്നാണ്? അത് ഈ കുളം നെഗറ്റീവായെങ്കിൽ പിന്നെ ഏത് കുളം അല്ലെങ്കിൽ ഏത് വെള്ളമാണ്? അതിവർ ഞങ്ങൾക്ക് തെളിയിച്ച് തരണ്ടേ? ഇവരതിൻ്റെ ഉറവിടം കണ്ടെത്തണ്ടേ? രോഗബാധയെ പ്രതിരോധിക്കാൻ അടിയന്തരമായ നടപടികൾ എല്ലാം തന്നെ സ്വീകരിച്ചുവെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുമാണ് കണ്ണർവിള വാർഡ് മെമ്പർ വിശദീകരിക്കുന്നത്. നിലവിൽ അവിടെ ഇപ്പോൾ പ്രൈമറി പ്രിക്കോഷൻ്റെ എടുത്തിട്ടുണ്ട്. അതിൽ നെറ്റ് കെട്ടി പിന്നെ ഇന്നും രാവിലെ പോയി നമ്മുടെ ഓവർഫ്ലോ പോകുന്ന വെള്ളത്തിൽ
ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ക്ലോറിനേറ്റ് ചെയ്താണ് പുറത്തോട്ട് പോകുന്ന വെള്ളം ക്ലോറിനേറ്റ് ചെയ്താണ് പോകുന്നത്. പിന്നെ ഇപ്പം നിലവിൽ 7 പേരാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. 7 പേരുടെയും കണ്ടീഷനൊക്കെ ഓക്കെയാണ്, സ്റ്റേബിളാണ്. നിലവിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ഉറവിടമെന്ന് കരുതുന്ന കണ്ണറവിള കുളത്തിൽ നിന്ന് ആരോഗ്യവകുപ്പ് ഇന്നലെ വീണ്ടും സാമ്പിളുകൾ ശേഖരിച്ചു. രോഗം ബാധിച്ച് മെഡിക്കൽ കോളേജിൽ കഴിയുന്നവരുടെ ബന്ധുക്കളും കുളത്തിൽ നിന്നും സാമ്പിളുകൾ എടുത്തു നൽകാനായി രംഗത്തിറങ്ങി. അസുഖം ബാധിച്ച് അഖിൽ മരിച്ചതിന്റെ അടുത്ത ദിവസമായ ജൂലൈ 24-ന് ആരോഗ്യവകുപ്പ് സാമ്പിൾ ശേഖരിച്ച് പബ്ലിക് ഹെൽത്ത് ലാബിൽ പരിശോധിച്ചെങ്കിലും അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നില്ല. രോഗബാധയുടെ ഉറവിടമെന്ന് സംശയിക്കുന്ന കുളത്തിൽ നിന്ന് പുറത്തേക്കൊഴുകുന്ന വെള്ളം ജല അതോറിറ്റി പമ്പ് ഹൗസ് വഴി 5 വാർഡുകളിലേക്കാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് പുറത്തേക്കൊഴുകുന്ന ജലം ക്ലോറിനേറ്റ് ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചതും. ഉറവിടം തേടി ആരോഗ്യവകുപ്പ് പരിശോധനകൾ കർശനമാക്കുമ്പോഴും രോഗബാധ മറ്റെവിടെ നിന്നുണ്ടായി എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഇവിടുത്തെ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. കൂടാതെ നിരവധി പരാതികളും അവർ ഉന്നയിക്കുന്നുണ്ട്. ആദ്യത്തെ പരിശോധനയിൽ തന്നെ ഈ കുളത്തിൽ ബാക്ടീരിയയുടെ സാന്നിധ്യമില്ല എന്നുള്ളത് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റേത് മാർഗത്തിലൂടെയാണ് രോഗം പടരുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമൊരു ചിത്രം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതും ആളുകൾക്കിടയിൽ ആശങ്ക പരത്തുന്നുണ്ട്. കൂടാതെ ഇവർ ചോദ്യം ഉന്നയിക്കുന്ന ഒരു കാര്യം, തങ്ങൾ പട്ടികജാതി വർഗ്ഗക്കാരായതുകൊണ്ടാണോ തങ്ങൾക്ക് ഇത്തരത്തിലൊരു അവഗണന, തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും അംഗീകരിക്കാതെ സർക്കാർ മുൻപോട്ട് പോകുന്നത് എന്നാണ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം. ക്യാമറമാൻ ചന്ദ്രൻ അരനാടിനൊപ്പം സൗമ്യ മാത്യു, M5 ന്യൂസ്, തിരുവനന്തപുരം.